My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മെർക്കുറീസ് എന്ന അധ്യായമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ പരമ്പരയുടെ 60ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമുക്ക് മെർക്കുറീസിനെ കുറിച്ച് വളരെ വിലപ്പെട്ട ചില അറിവുകൾ നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിഫിലിസിൻ്റെ ചില കണ്ടീഷനിൽ മെർക്കുറീസ് ഉപകരിക്കുമെന്ന് കണ്ടു. കൂടാതെ ചീഫ് ആൻറ്റി സിഫിലിറ്റിക് റെമഡിയാണ്, അതായത് സിഫിലിറ്റിക് മയാസത്തിൻ്റെ റെമഡീസ് ഗ്രൂപ്പ് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ വരുന്നു. പക്ഷേ വാസ്തവത്തിൽ മെർക്കുറീസ് 3 തരം മയാസങ്ങളെയും കവർ ചെയ്യുന്നുണ്ട്. സോറിക്ക്, സൈക്കോട്ടിക്ക് എല്ലാ മയാസങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ചീഫ് ആൻറ്റിസിഫിലിറ്റിക് ആണ്, പക്ഷെ അതേസമയം അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിൽ മയാസംസ് ഇടകലർന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ മെർക്കുറീസിനെ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു കാര്യങ്ങളാണ് കെൻഡിപ്പോൾ പറയുന്നത്. പസ് ഫോർമേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അനദർ മാർക്ക്ഡ് ഫീച്ചർ ഈസ് ദ ടെൻഡൻസി ടു ദ ഫോർമേഷൻ ഓഫ് പസ്. ഇറ്റാലിക്സിലാണ് പറയുന്നത്. പസ് ഫോം ചെയ്യാനുള്ളൊരു ടെൻഡൻസി, വളരെ മാർക്ക് ടെൻഡൻസി, നല്ല ടെൻഡൻസി തന്നെ മെർക്കുറീസിലുണ്ട്. വിത്ത് ഇൻഫ്ലമേഷൻ ദർ ഇസ് ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ് ആൻഡ് ദ റാപ്പിഡ് ഫോർമേഷൻ ഓഫ് പസ് ആൻഡ് ദ പാർട്ട് ഈസ് അഗ്രവേറ്റഡ് ബൈ ബോത്ത് വാംത്ത് ആൻഡ് കോൾഡ്. അപ്പോൾ പസ് ഫോർമേഷൻ ഉണ്ട്, പക്ഷേ ആ പസ് ഫോർമേഷനോട് ഒപ്പം ചേർന്ന് മെർക്കുറീസിൻ്റെ ബേസിക് നേച്ചർ, ജനറൽ നേച്ചർ, ബോത്ത് എക്സ്ട്രീമിറ്റീസ് ഓഫ് ടെമ്പറേച്ചറിനോടുള്ള സെൻസിറ്റിവിറ്റി അതുണ്ട് ഉണ്ടോ. വളരെ റാപ്പിഡ് ഫോർമേഷനാണ്. പസ് വളരെ വേഗം ഫോം ചെയ്യുന്നു. ഇൻഫ്ലമേഷൻ ഉണ്ടായി, ബേണിങ്ങും സ്റ്റിങ്ങിങ്ങും അങ്ങനെയുള്ള പെയിൻസ് ഉണ്ടായി, തുടർന്ന് വളരെ പെട്ടെന്ന് പസ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ആ പാർട്ട്, പസ് ഫോർമേഷൻ ആകുന്ന പാർട്ട് ചൂടിനോടും തണുപ്പോടും ഒരേപോലെ സെൻസിറ്റീവാണ്. ചൂട് കൊണ്ടും അഗ്രവേറ്റ് ചെയ്യും, തണുപ്പ് കൊണ്ടും അഗ്രവേറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് മെർക്കുറീസിൽ പറയുന്നത്. ആബ്സസസ് ബേൺ ആൻഡ് സ്റ്റിങ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഈസ് അറ്റൻഡഡ് വിത്ത് പസ് ഫോർമേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്ലൂറ ദ കാവിറ്റി ഫിൽസ് അപ്പ് വിത്ത് പസ്. ഉണ്ടോ, ആബ്സസിൽ ബേണിംഗ് ഉണ്ട്, സ്റ്റിങ്ങിങ് ഉണ്ട്, കുത്തുന്ന വേദന, പൊള്ളുന്ന വേദന. ജോയിൻറ്റ്സിലുള്ള ഇൻഫ്ലമേഷൻസിനോട് ചേർന്ന് പസ് ഫോർമേഷൻ വരും. ജോയിൻറ്റ്സിലെ ഇൻഫ്ലമേഷനിൽ പസ് ഫോർമേഷൻ മെർക്കുറീസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇനി പ്ലൂറൈഡൽ ഇൻഫ്ലമേഷനിൽ അതിൻ്റെ കാവിറ്റിയിൽ പസ് ഫില്ല് ചെയ്യുന്നൊരവസ്ഥ. ദ ഡിസ്ചാർജസ് ഓഫ് പസ് ആർ യെല്ലോ ഗ്രീൻ. മെർക്കുറീസ് ഡിസ്ചാർജിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ് യെല്ലോ ഗ്രീൻ നേച്ചർ. പലപ്പോഴും ഒരു യെല്ലോ ആണോ ഗ്രീൻ ആണോ എന്നൊക്കെ പറയാൻ പറ്റാത്തൊരു അവസ്ഥ. ഇപ്പോൾ ഈ കഫത്തിനൊക്കെ ആ ഒരു നേച്ചറുണ്ട്, ആ ഒരു ഇതുണ്ടാവും, യെല്ലോയിഷ് ഗ്രീൻ. ദ മെർക്കുറിയസ് ഗൊണോറിയൽ ഡിസ്ചാർജ് ഈസ് തിക് ഗ്രീനിഷ് യെല്ലോ. ദി സ്റ്റിങ്ങിങ് ആൻഡ് ബേണിങ് ഇൻ ദ യുറേത്ര. ഉണ്ടോ, നമ്മൾ ആൻറ്റിസിഫിലിക്കാന്ന് പറയുമ്പോൾ തന്നെ ഗൊണേറിയയും വരുന്നുണ്ട്. ഗൊണേറിയൽ ഡിസ്ചാർജ് തിക് ഗ്രീനിഷ് യെല്ലോ ഡിസ്ചാർജ്. നമ്മളപ്പോൾ എങ്ങനെയാണ് യുറേത്രയിൽ സ്റ്റിങ്ങിങ്ങും ബേണിങ്ങും സെൻസേഷൻ, കുത്തുന്ന സെൻസേഷൻ, പൊള്ളുന്ന സെൻസേഷൻ, അതിനോടൊപ്പമുള്ള ഗ്രീനിഷ് യെല്ലോ ഗൊണോറിയൽ ഡിസ്ചാർജ്. അത് മെർക്കുറീസ് കവർ ചെയ്യും. റൊമാറ്റിക് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ആൻഡ് കാറ്റാറൽ ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ആർ ഫീച്ചേഴ്സ് റണ്ണിങ് ത്രൂ ദ റെമഡി ആൻഡ് ദീസ് ആർ അറ്റൻഡ് വിത്ത് സ്വെറ്റ് ആൻഡ് ആൻ അസ്റ്റോണിഷിംഗ് ഫീച്ചർ ഇസ് ദാറ്റ് the sweat does not relieve and there is even an aggravation while sweating. അപ്പോൾ ജോയിൻസിലുള്ള റൊമാറ്റിക് ഫോർമേഷൻ, കാറ്റാർ ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ, ഇതെല്ലാം ഈ മരുന്നിലുണ്ട്. റൊമാറ്റിക് ഇൻഫ്ലമേഷൻ, ജോയിൻസിലെ റൊമാറ്റിക് ഇൻഫ്ലമേഷൻ, മ്യൂക്കസ് മെംബ്രെയിനുള്ള ഇൻഫ്ലമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ റൊമാറ്റിക് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസിലെ ഇൻഫ്ലമേഷനിൽ പസ് ഫോർമേഷൻ ഉണ്ട്, റൊമാറ്റിക് ഇൻഫ്ലമേഷൻ ഉണ്ട്, മ്യൂക്കസ് മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. ഇതെല്ലാം റണ്ണിങ് ത്രൂ ഔട്ട് ദിസ് റെമഡി. ഇതിനോടൊപ്പം
വിയർപ്പ്. ഈ വിയർപ്പിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു സ്വഭാവം എന്ന് വെച്ചാൽ സാധാരണ വിയർക്കുമ്പോൾ ഒരു റിലീഫ് ഉണ്ടാകും, പക്ഷേ വിയർക്കുമ്പോൾ റിലീഫില്ല. മാത്രമല്ല ഈ വിയർക്കുമ്പോൾ അഗ്രവേഷനുണ്ട്, വിയർക്കുന്നതോടൊപ്പം അഗ്രവേഷൻ ഉണ്ടാകും. അതൊരു മെർക്കുറിയസിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റമാണ്. റുമാറ്റിസം ഇൻ ഓൾഡ് സിഫിലിറ്റിക് ഗൊണേറിയൽ ആൻഡ് ഗോട്ടി പേഷ്യൻസ്. പഴകിയ സിഫിലിറ്റിക്, ഗൊണേറിയൽ, ഗോട്ടി പേഷ്യൻസിനൊക്കെ ഈ റുമാറ്റിസം വരുമ്പോൾ നമ്മൾ മെർക്കുറിയസിനെ കുറിച്ച് ചിന്തിക്കാം. ഇറ്റ് ഈസ് സിമിലർ ഇനഫ് ടു റിലേറ്റ് ടു സം കേസ് ഓഫ് സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ്. ചില സോറിക്, സിഫിലിറ്റിക്, സൈക്കോട്ടിക് കണ്ടീഷനൊക്കെ റിലേറ്റ് ചെയ്യാൻ തക്ക വിധം മെർക്കുറിയസിൻ്റെ സിംറ്റംസ് സിമിലറാണ്. ഇറ്റ് പാർട്ടേക്സ് ഓൺ ദ നേച്ചർ ഓഫ് ഓൾ 3 മയാസംസ്. ഉണ്ടോ, ഈ 3 മയാസങ്ങളുടെയും നേച്ചറിനോട് ഇന്ന് സിമിലാരിറ്റി വരുന്നു. ഇത്രയൊക്കെ പ്രധാനപ്പെട്ടാണ് മെർക്കുറിയസ്. ആഫ്റ്റർ പ്രൂവർ ഹാസ് ടേക്കൻ മെർക്കുറിയസ് എ ലോങ് ടൈം ഈ എമീഷിയേറ്റ്സ്. മെർക്കുറി ദീർഘകാലം എടുക്കുന്നൊരു പ്രൂവർ അമീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമീഷിയേറ്റഡ് കണ്ടീഷൻസും മെർക്കുറിയിൽ വരുന്നുണ്ട്. ദിസ് ഇസ് സീൻ ഇൻ ഓൾഡ് മെർക്കുറി ടേക്കേഴ്സ് ആൻഡ് ഇൻ സിഫിലിറ്റിക്സ് ഹു ഹാവ് ബീൻ മെർക്കുറിയസ്. മെർക്കുറി സ്ഥിരമായിട്ട് പ്രയോഗിച്ച പഴയ മെർക്കുറി എടുക്കുന്ന സ്വഭാവമുള്ളവരിൽ സിഫിലിറ്റിക് കണ്ടീഷനുള്ളവരൊക്കെ ഈ ഒരു അമീസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പല മെഡിസിൻസിലും ഈ അമീസിയേഷൻ കണ്ടു. അപ്പോൾ അമീസിയേഷൻ അല്ലെങ്കിൽ മെലിഞ്ഞ ഒരവസ്ഥ കാണുമ്പോൾ തന്നെ അത് മെർക്കുറിയസ് ആണോ അല്ലെങ്കിൽ ലൈക്കോപോഡിയ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ മറ്റ് കണ്ടീഷൻസും എടുത്തിട്ട് വേണം ഒരു അമീഷിയേറ്റഡ് പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഉള്ള മരുന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഒരു 5 ജേർണൽസെങ്കിലും എടുത്ത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കണം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെമഡി ഫോർ ദിസ് കണ്ടീഷൻ. സ്റ്റഡി അമീസിയേഷൻ വിത്ത് ട്രംബ്ലിംഗ്, വോൾസ് അറ്റ് നൈറ്റ് ആൻഡ് ഫ്രം ദ വാംത്ത് ഓഫ് ദ ബെഡ്, ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, കാൺട്ട് ഫൈൻഡ് പീസ് ഇൻ എനി പൊസിഷൻ. കണ്ടോ, ഒരു അമീസിയേറ്റഡ് കണ്ടീഷനിൽ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സ്റ്റഡി അമീസിയേഷൻ വിത്ത് ട്രംബ്ലിംഗ് വിറയ്ക്കലൊരു ലക്ഷണമാണ്. പിന്നീട് പറയുന്നത് നമ്മളുടെ പാർക്കിൻസൺസും അതിൽ മെർക്കുറിയസ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഗ്രേറ്റ് ട്രംബ്ലിങ്, വേഴ്സ് അറ്റ് നൈറ്റ്, വാംത്ത് ഓഫ് ദ ബെഡ് കൊണ്ട് അഗ്രവേഷൻ, ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, കാൺട്ട് ഫൈൻഡ് പീസ് ഇൻ എനി. ഒരു അവസ്ഥയിലും അയാൾക്ക് ഒരു സമാധാനം ഉണ്ടാകാൻ പറ്റില്ല. ഇത് നമ്മൾ നേരത്തെ ഈ റെസ്റ്റ്ലെസ്നെസ് വളരെ അധികമായിട്ട് കണ്ടത് ആഴ്സനിക്കിലാണ്. ആഴ്സനിക്കിൻ്റെ ഒരു റെസ്റ്റ്ലെസ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയല്ല ഇവിടെ. ദീസ് മിസറബിൾ റച്ചസ് ഹു ആർ ബ്രേക്കിംഗ് ഡൗൺ ആർ ഗ്രേറ്റ് സഫറേഴ്സ്, വെദർ സോറിക്, സിഫിലിറ്റിക് ഓർ സൈക്കോട്ടിക്. ഉണ്ടോ, അപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അമീസിയേഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഒന്നുകൊണ്ടൊരു സമാധാനം കിട്ടുന്നില്ല, അൾസറേഷൻസ്, ഈ പറയുന്ന ബോൺ പെയിൻസ്, സ്വെറ്റിങ്, നൈറ്റ്ലി അഗ്രവേഷൻ, ഇതൊക്കെ കൊണ്ട് വല്ലാതെ ഒരു മിസറബിൾ ആയിട്ടൊരു പേഷ്യൻ്റ്, ഗ്രേറ്റ് സഫറേഴ്സാണ്, വല്ലാതെ സഹിക്കുന്നവരാണ്. മെർക്കുറി പേഷ്യൻസ് വല്ലാതെ സഹിക്കുന്നവരാണ്. അപ്പോൾ അവർ സോറിക്കാകാം, സിവിലിറ്റിക്കാകാം, സൈക്കോട്ടിക്കാകാം, പക്ഷെ എന്തുകൊണ്ടായാലും വല്ലാതെ സഹിക്കുന്നവരാണ് മെർക്കുറി പേഷ്യൻസ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ഹോമിയോപ്പാത്തിൻ്റെ മിഷൻ തന്നെ നമ്മളുടെ മാസ്റ്റർ പറഞ്ഞത് എന്താ? സഹനങ്ങൾ അനുഭവിക്കുന്ന മാനവരാശിയെ രോഗശാന്തിയിലേക്ക് നയിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മിഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിൽ മെർക്കുറിയസിന് വലിയൊരു പങ്കുണ്ട്. കാരണം മെർക്കുറി പേഷ്യൻസ് ആർ ഗ്രേറ്റ് സഫറേഴ്സ്. അത് മനസ്സിലാക്കി. എ സ്ട്രെയിൻ ഫീച്ചർ ഇസ് റിപ്പീറ്റഡ് സ്വെല്ലിംഗ് ആൻഡ് ആക്സസസ് ഫോർമേഷൻ വിത്തൗട്ട് എനി ഹീറ്റ്. അപ്പോൾ ആക്സസ് ഫോം ചെയ്യുമ്പോൾ ഒരു ചൂടുണ്ടാകാം, സ്വെല്ലിങ്ങിനൊരു ചൂടുണ്ടാകാം, പക്ഷേ ചൂടില്ലാതെ ഇതുണ്ടാകുക, റിപ്പീറ്റഡ് സ്വെല്ലിങ്ങും ആക്സസ് ഫോർമേഷൻ ഉണ്ടാകുക, അത് മെർക്കുറിയസിൻ്റെ ഒരു സ്ട്രെയിഞ്ച് നേച്ചറാണ്. ആൻഡ് ആക്സസ് ഓർ സ്വെല്ലിംഗ് ഇൻ എ ജോയിൻറ്റ് ഫോംസ് ആൻഡ് ഹി സ്വെറ്റ്സ് ഫ്രം head to foot, is worse at night, loses flesh, trembles and is weak, but there is no heat while the axis go.
എന്താണ് ഒരു ജോയിൻറ്റിൽ പഴുപ്പോ നീർവീക്കോ ഉണ്ടാകുന്നു, അടിമുടി വിയർക്കുന്നു, രാത്രി വർദ്ധിക്കുന്നു, അമീഷേറ്റ് ചെയ്യുന്നു, ആൾ ശോഷിക്കുന്നു, വിറയ്ക്കുന്നു, വല്ലാതെ വിറയ്ക്കുന്നു, വല്ലാതെ ക്ഷീണിതരാകുന്നു, അല്ല ക്ഷീണതയാകുന്നു. പക്ഷേ ഈയൊരു പഴുപ്പിൻ്റെ അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചൂടിൻ്റെ അവസ്ഥയില്ല, പഴുപ്പിനോടനുബന്ധമായിട്ട് ചൂടില്ല. ആക്സസ് ഫോം വെൻ ദ ലൈഫ് ഫോഴ്സ് ഇസ് സോ ലോ that there is no tendency to repair. A slow and prolonged pus formation. No irritability in the abscess. No tendency to granulate. It opens and keeps on discharging and seems dead. അപ്പോൾ ആബ്സസ് ഉണ്ടാകുന്നത് ലൈഫ് ഫോഴ്സ് വളരെ താഴ്ന്ന നിലയിൽ, ജീവശക്തി വല്ലാതെ താഴ്ന്നിരിക്കുമ്പോഴാണ് പഴുപ്പുകൾ ഉണ്ടാകുന്നത്. കാരണം ഡീക്കേയിങ് കണ്ടീഷനാണ്, ഒരു ജീവൻ്റെ അവസ്ഥയ്ക്ക് യോജിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആബ്സസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ലൈഫ് ഫോഴ്സ്, ജീവശക്തി താഴ്ന്നിരിക്കുന്ന സമയത്ത്. അപ്പോൾ ജീവൻ ശക്തമാണെങ്കിൽ, ജീവശക്തി ശക്തമാണെങ്കിൽ ഒരു ഡീക്കേ ഉണ്ടാകുന്നില്ല, ഫ്ലഷ് ഡീക്കേ ചെയ്യില്ല. അപ്പോൾ ജീവശക്തി താഴ്ന്നിരിക്കുമ്പോൾ ആബ്സസ് ഉണ്ടാകുന്നു. അത് റിപ്പയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഇല്ല. റിപ്പയർ ചെയ്താൽ ഗ്രാനുലേഷൻ ഉണ്ടായി, റിപ്പയർ ചെയ്യാൻ ടെൻഡൻസി, അത് ഓപ്പണായിരിക്കുന്നു. പ്രൊലോങ്ഡ് പസ് ഫോർമേഷനാണ്, പസ് ഫോർമേഷൻ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. നോ ഇറിറ്റബിലിറ്റി ഇൻ ദ ആബ്സസ്. അവിടെ ഒരു ഗ്രാനുലേറ്റ് ചെയ്യാനുള്ളൊരു ഇറിറ്റബിലിറ്റി വരുന്നില്ല. ഇറ്റ് ഓപ്പൺസ് ആൻഡ് കീപ്സ് ഓൺ ഡിസ്ചാർജിങ് ആൻഡ് സീംസ് ഡെഡ്. അത് തുറന്നിരുന്നു ഡിസ്ചാർജ്, അതായത് ഡീക്കേ ചെയ്ത് നമ്മളൊരു ജീവനുള്ള ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലഷ് ഡീക്കേ ചെയ്ത് പസ്സായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുക. അത് ഗ്രാനുലേറ്റ് ചെയ്ത് ഹീൽ ചെയ്യുന്നൊരവസ്ഥയില്ല, കാരണം ലൈഫ് ഫോഴ്സ് വളരെ ലോ ആണ്. അപ്പോൾ അവിടെ മെർക്കുറിക്ക് വലിയൊരു റോളാണുള്ളത്. എന്താ? മെർക്കുറിയസ് വിൽ വാം ഇറ്റ് അപ്പ്, സ്റ്റോപ്പ് ദ സ്വെറ്റ് ആൻഡ് ഫർദർ ഗ്രാനുലേഷൻ. ജീവനിങ്ങനെ താഴ്ന്നു പോകുന്ന ഒരു ഡെഡ്ലി കണ്ടീഷനിൽ ഒരു വൈറ്റാലിറ്റി അറൗസ് ചെയ്ത് ഒരു വാംത്തിനെ ഉണ്ടാക്കി ഗ്രാനുലേഷനെ പ്രൊമോട്ട് ചെയ്ത് ഒരു നോർമൽസി അവിടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനത്തെ വളരെ വിലപ്പെട്ടൊരു ഔഷധമാണ് നമ്മുടെ ഈ മെർക്കുറിയസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.